കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വില്ലിൽ തൂക്ക ചടങ്ങുകൾ നടന്നു. 1124 കുഞ്ഞുങ്ങളാണ് തൂക്കനേർച്ചയുടെ ഭാഗമാകുന്നത്. രാവിലെ തുടങ്ങിയ ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീണ്ടുനിൽക്കും. വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ. പുലർച്ചെ അമ്മയെ പച്ചപ്പന്തലിൽ കുടിയിരുത്തിയതോടെയാണ് തൂക്കനേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തൂക്കക്കാരുടെ ഒരുങ്ങിവരവ് ഘോഷയാത്ര കീഴ്വിളാകം തറവാട്ടിൽ നിന്നും കച്ചേരിനട, കണ്ടനാഗം വഴി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. പിന്നീട് ഇടതടവില്ലാതെ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും കുഞ്ഞുങ്ങളെയും കൊണ്ട് വില്ലുവണ്ടി ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ചു. 4 തൂക്കക്കാരുടെ നെഞ്ചോട് ചേർന്ന് 4 കുഞ്ഞുങ്ങൾ വീതം ഓരോ തവണയും ഉയർന്നു താണപ്പോൾ അമ്മേ നാരായണ, ദേവീ നാരായണ മന്ത്രങ്ങളാൽ ക്ഷേത്ര പരിസരം മുഖരിതമാവുകയായിരുന്നു. ഭക്തിയുടെ പരകോടിയിൽ ആത്മാർപ്പണം തന്നെയായിരുന്നു ഓരോ തൂക്കവും. വളരെ വലിയ ഒരു ജനക്കൂട്ടമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് കാണുന്നത്. 2200ഓളം തൂക്കമുണ്ട്. തൂക്കത്തിൻ്റെ നേർച്ചക്കാർ, അവരോടുകൂടി വരുന്ന ബന്ധുക്കൾ, അല്ലാതെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്ത് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് തന്നെ 2 കല്യാണ മണ്ഡപങ്ങളുണ്ട്. അതിനകത്ത് വിശ്രമിക്കാനും നിൽക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കാമ്പൗണ്ട് മുഴുവനും ഒരു ടെമ്പററി ബസ് സ്റ്റാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുമായി തമിഴ്നാട്, കേരളം സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി മാതാപിതാക്കളാണ് ശക്തിസ്വരൂപിണിയുടെ സവിധത്തിലേക്ക് എത്തിയത്. ഭദ്രയായും രുദ്രയായും 2 ഭാവങ്ങളിൽ കുടികൊള്ളുന്ന കൊല്ലങ്കോടമ്മയെ കാണാനും അനുഗ്രഹം തേടാനും ജാതിക്കും മതത്തിനും ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തിയത്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, 30 വർഷങ്ങൾക്ക് മുകളിലായി. നമ്മുടെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അങ്ങേ വർഷം അത് ആയി. ഈ വർഷം അങ്ങനെ ആ ഒരു നേർച്ച നേർന്ന് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ട് നേർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് അല്ലേ? എത്രത്തോളം സന്തോഷം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, വാക്കുകൾക്ക് അതീതമാണല്ലേ. വലിയ സന്തോഷമാണ്. അമ്മയുടെ അടുക്കൽ വന്ന് ഇന്നിപ്പം തൂക്കമാണ്. അമ്മയുടെ പിറന്നാൾ ദിനമായ മീനഭരണി നാളിലെ തൂക്ക മഹോത്സവം സനാതനധർമ്മത്തിന്റെ മഹോത്സവം തന്നെയായി മാറുകയായിരുന്നു. ജനം, കൊല്ലങ്കോട്.